മഴ കുറഞ്ഞിട്ടും ദുരിതമൊഴിയാതെ കുട്ടനാട് 4 ദിവസം തുടർച്ചയായി പെയ്ത മഴയിൽ പലയിടങ്ങളിലും വെള്ളത്തിനടിയിലായി. വെള്ളപ്പൊക്കവും ക്യാമ്പുകളിലെ ജീവിതവുമായി ദുരിത ജീവിതം തുടരുകയാണ് കുട്ടനാട്ടുകാർ. കുട്ടനാടും ഇവിടുത്തെ പാടശേഖരങ്ങളുമെല്ലാം പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ്. എന്നാൽ മഴക്കാലമായാൽ ഇന്നാട്ടുകാർ അനുഭവിക്കുന്ന ദുരിതത്തിന് അത്ര ഭംഗിയില്ല. കാലവർഷമായാൽ കുട്ടനാട്ടുകാർക്ക് പിന്നെ ദുരിത ജീവിതമാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വീട്ടിലേക്കും തിരിച്ചുമുള്ള യാത്ര പതിവാണ്. ഇതിനിടെ ഇവർ കേട്ടു പഴകിയ ഒരു വാക്കുമുണ്ട്: കുട്ടനാട് പാക്കേജ്. എല്ലാ കൊല്ലം വെള്ളമുണ്ട്. ഇനിയിപ്പോൾ ഒരു വെള്ളം ആയില്ല, ആദ്യത്തെ ശകലം ആരംഭമായതേ ഉള്ളൂ. ഇനിയും കിടക്കുന്ന പിന്നെ വൃശ്ചികമാസം വരെ വെള്ളമുണ്ട്. ഞങ്ങളുടെ അനുഭവം ഇതൊക്കെ തന്നെ. ഞങ്ങൾ എപ്പോഴും താഴ്ന്നതിലാണ് കിടക്കുന്നത്. ഈ പതിവ് ഇപ്പോഴും തുടരുകയാണ്. അധ്യയന വർഷം ആരംഭിച്ചാൽ എല്ലാവരെയും പോലെ ഇവിടുത്തെ കുട്ടികളും സ്കൂളിലെത്തും. പക്ഷേ ദുരിതാശ്വാസ ക്യാമ്പിലേക്കൊന്നു മാത്രം. ബുക്കൊക്കെ വെള്ളത്തിൽ പോയി. വീട്ടിൽ നല്ല വെള്ളം ഇത്രയൊക്കെ ഉണ്ട്. കൈനഗിരി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നായി 60-ലധികം അംഗങ്ങൾ സെന്റ് മേരീസ് LP സ്കൂൾ ക്യാമ്പിലുണ്ട്. തെക്കേ വാവക്കാട്, ഐലൻഡ് വാർഡ് എന്നിവിടങ്ങളിലെല്ലാം വീടുകൾ വെള്ളത്തിലാണ്. കാലവർഷം ഇത്തവണ നേരത്തെ എത്തിയതും കുടുംബങ്ങളെ വലച്ചു. ഇപ്പൊ ഇത്രയും കുടുംബക്കാര് ഞങ്ങൾ പറയുന്നത് എപ്പോഴും ഞങ്ങളിപ്പോ ഒരു 8 വർഷം കൊണ്ട് ഇപ്പൊ ഞങ്ങൾ ക്യാമ്പിൽ എല്ലാ വർഷവും ഉണ്ട്. ആലപ്പുഴ വരെ ഞങ്ങൾ പോയി കടന്നിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ വർഷവും ഞങ്ങളിങ്ങനെ ക്യാമ്പിൽ നടക്കുന്നതിലും ഭേദം ഞങ്ങൾക്ക് ഈ കുട്ടനാട് ഒരു പാക്കേജ് പ്രകാരം ഞങ്ങൾക്ക് ഈ വീടിന് മുകളിലോട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തരുവാണെങ്കിൽ, അല്ലെങ്കിൽ ലൈഫിൻ്റെ പേരൊക്കെ അനുവദിക്കുകയാണെങ്കിൽ പറയും മൊത്തം നമ്മൾ പൊളിച്ചിട്ടേച്ചും പണിയാൻ പറയും. പക്ഷേ ഈ 4 ലക്ഷം രൂപയും കൊണ്ട് നമ്മൾ ഇവിടുന്ന് തന്നെ മെറ്റീരിയൽ കയറ്റി ഞങ്ങൾ അങ്ങ് കൊണ്ടുവരണമെങ്കിൽ അതിന് തന്നെ ആകും അത്രയും രൂപ. ഞങ്ങൾ എല്ലാ വർഷവും ഈ പ്രായമായ കൊണ്ട് പിള്ളേരെ കൊണ്ട് ഞങ്ങൾ ക്യാമ്പുകളിൽ ഇങ്ങനെ നിരന്തരം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത് ന്യൂനമർദ്ദം. ആ ന്യൂനമർദ്ദം വന്നപ്പോൾ തന്നെ ഞങ്ങളിപ്പം ക്യാമ്പിലായി. ഇനിയിപ്പോൾ 2 മാസത്തോളം കഴിയുമ്പം ജൂലൈ ആഗസ്റ്റ് ആകുമ്പോൾ ഇനി വെള്ളപ്പൊക്കം കിടക്കുക. പിന്നെ ഞങ്ങൾ ക്യാമ്പിലോട്ട് ഓടണം. ഞങ്ങളുടെ പ്രദേശം നിങ്ങളൊന്ന് കണ്ടു നോക്കണം, അന്നല്ലേ ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പാടശേഖരങ്ങളിൽ മട വീഴുന്നതും കിഴക്കൻ വെള്ളത്തിന്റെ വരവും തോടുകളുടെ ആഴം വർദ്ധിപ്പിക്കാത്തതുമാണ് കാരണം. വർഷങ്ങൾ കഴിഞ്ഞിട്ടും വെള്ളക്കെട്ടിനും നാട്ടുകാരുടെ ആവശ്യങ്ങൾക്കും പരിഹാരമായിട്ടില്ല. എൻ്റെ അവസ്ഥ തന്നെയല്ല, എന്നെക്കാളും കൂടുതൽ ആൾക്കാർ ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊരു ശാശ്വത പരിഹാരം അധികാരികൾ കണ്ണു തുറന്നാലേ ഉള്ളൂ. അല്ലാതെ ഇത് കേട്ടിട്ട് കാര്യമില്ല. കണ്ണു തുറന്ന് കാണണം, ഇതിനകത്ത് വന്ന് നിൽക്കണം. എങ്കിലേ ഉള്ളൂ ഈ വളംകടി. എന്നിട്ട് 2 ഓയിൽമെന്റ് കൊണ്ട കൊടുത്തതുകൊണ്ട് ഒന്നും ആകത്തില്ല. ഇടവപ്പാതിയിലെ പെയ്ത്ത് ഇനിയും തുടങ്ങിയിട്ടില്ല. ആദ്യ മഴയിൽ വെള്ളം പൊങ്ങിയതിൽ ആശങ്കയിലാണ് നാട്ടുകാർ. സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷം ആരംഭിച്ചിട്ട് തുടർച്ചയായി 4-ാം ദിവസവും കുട്ടനാട് താലൂക്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇനിയും എത്ര ദിവസം തങ്ങേണ്ടി വരുമെന്ന് ഇവർക്കറിയില്ല. ന്യൂസ് മലയാളം, ആലപ്പുഴ.